കൂട്ടുകാരെ, ഇതുപോലെ അലോവേര ചോട് ഇതുപോലെ നീണ്ട് വെളിയിൽ വന്ന്, ഇത് ചെടിച്ചട്ടിക്കകത്തുനിന്ന് വെളിയിൽ വന്നു കേട്ടോ. ഇങ്ങനെ ഇത് 5-6 വർഷമായിട്ട് അതിങ്ങനെ വളർന്നതാണ്. അപ്പോൾ ഇനി നമുക്കിതിനെ എങ്ങനെ ചെറിയത് തൈയാക്കി മാറ്റാം, നല്ല എങ്ങാക്കി മാറ്റാം എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇങ്ങനെ നിന്നാൽ ഇതിനി ഒന്നും ശരിയാകത്തില്ല. ഇതുണ്ടോ, അത് നമുക്കിതുപോലെ കട്ട് ചെയ്യണം. ഇതുണ്ടോ, ഈ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് നട്ടു വെക്കണം വേറെ. അപ്പോൾ അതിനകത്ത് നിറയെ തൈകളുണ്ടായി വരും. നല്ല ലീഫൊക്കെ നല്ല വീതിയുള്ളതും ഭംഗിയുള്ളതുമായി വരും. അതിനുവേണ്ടി ഈ ഞാൻ ചെടിച്ചട്ടി എടുത്തേ. അതിനകത്തോടെ നമുക്ക് കുറച്ച് കരിയില ഇട്ട് കൊടുക്കാം. കരിയില നല്ല വളമാവുക. നമുക്ക് മണ്ണിട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഇത് പഴത്തൊലിയുണ്ട്, മുട്ടത്തോടുണ്ട്, ഉള്ളിയുടെ പൊളിച്ച തൊലിയുണ്ട് കേട്ടോ. ഈ മുട്ടയുടെ തോട്, ഇത് അടുക്കളയിലെ വേസ്റ്റുകൾ. അത് ഈ പഴത്തൊലി എപ്പോഴും ഇട്ട് കൊടുക്കും നമ്മൾ നടുമ്പോൾ. നല്ല പഴത്തൊലി ഇട്ട് നല്ല ഗ്രോത്തായിട്ട് വളരും. ഇനി നമുക്ക് തുള്ളി ചാരം ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ ചാണകപ്പൊടി വളമൊക്കെ ഇട്ട് മിക്സ് ചെയ്ത മണ്ണാണ്. ഇത് നമുക്കിട്ട് നിറയ്ക്കാം. ഇത്ര മതിയെന്ന്. ഒത്തിരി നിറച്ച മണ്ണിടണം. നമുക്ക് ഇടയ്ക്ക് ഇളക്കി ചോടുകളൊക്കെ എന്തെങ്കിലുമൊക്കെ വളങ്ങൾ, മുട്ടത്തോടും പഴം ഇട്ട് കൊടുക്കണം കേട്ടോ. മുട്ടത്തോട് ഏറ്റവും നല്ലത്. നമുക്ക് മുട്ട എടുക്കുകയില്ല. പിന്നെ മുട്ട പുഴുങ്ങുന്ന വെള്ളം, അതൊക്കെ കൊണ്ട് ഒഴിച്ച് കൊടുക്കണം കേട്ടോ കൂട്ടുകാരെ. നമ്മൾ കറ്റാർവാഴ നമുക്ക് എല്ലാ കാര്യത്തിനും നല്ലതാണ്. നമ്മുടെ തലമുടി വളരാനും തലയിലെ താരം പോകാനും, പിന്നെ നമ്മുടെ സൗന്ദര്യ സംരക്ഷണ വസ്തുവിൽ ഒഴിച്ചുകൂടാൻ വയ്യാത്ത സാധനമാണ് അലോവേര അല്ലേ. നമുക്ക് നട്ടുവെക്കാം. ഒരു ചെറിയ തൈ ഉണ്ട്, അതും കൂടെ ഞാൻ ഇതിൻ്റെ ചുവട്ടിൽ വെക്കുക കൂട്ടുകാരെ. രണ്ടെണ്ണം ഇരിക്കട്ടെ അല്ലേ. ചൂട് നന്നായിട്ട് ഉറപ്പിച്ച് കൊടുക്കണം. നമുക്ക് ശകലം വെള്ളം തളിച്ച് കൊടുക്കണം കേട്ടോ. അത് നമുക്ക് തണലത്ത് മാറ്റി വെക്കണം. 2 ദിവസം തണലത്തിരിക്കട്ടെ. തണലത്തിരുന്ന് ഒത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട, ശകലം തളിച്ച് കൊടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ ഈ ലീഫെ കൂടെ ഇങ്ങനെ തളിച്ച് കൊടുത്തു വിട്ടാൽ മതി. വെയിലൊക്കെ അല്ലേ, അതുകൊണ്ട് പാടാതിരിക്കട്ടെ. എല്ലാവരും എൻ്റെ വീഡിയോ കാണണം കൂട്ടുകാരെ. ആദ്യമേ തന്നെ ലൈക്ക് ചെയ്യണം. എന്താ നിങ്ങൾ ലൈക്ക് ചെയ്യാത്തത് കൂട്ടുകാരെ? നിങ്ങൾ ലൈക്ക് ചെയ്യാതെ കാണുന്നുണ്ടല്ലോ എൻ്റെ ഫ്രണ്ട്സൊക്കെ. എന്നോട് ഇഷ്ടമുള്ളവർ ഈ ലൈക്ക് ചെയ്തിട്ട് പോണേ. ആദ്യമേ തന്നെ ലൈക്ക് ചെയ്ത് കാണണം കേട്ടോ കൂട്ടുകാരെ. ഇങ്ങനെ ചെറിയ ചെറിയ വീഡിയോകളൊക്കെ ഞാനിടാം. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ ബലം. ഓക്കെ, ഇന്ന് നല്ലൊരു ദിവസം ആയിരിക്കട്ടെ. ഇന്ന് സൺഡേ അല്ലേ. എല്ലാവരും പള്ളിയിലൊക്കെ പോയോ കൂട്ടുകാരെ? എനിക്ക് പള്ളിയിലൊന്നും പോകാൻ പറ്റുന്നില്ല. ആഗ്രഹമുണ്ട്, പക്ഷെങ്കിൽ പോകാൻ സാധിക്കാത്ത സാഹചര്യത്തിലാണ് ഞാൻ. കാരണം ഞാനൊരു ഹിന്ദു ആയിരുന്നു. ഒരു 10 വർഷമായിട്ട് ഞാൻ ഈ ക്രിസ്ത്യ വിശ്വാസത്തിലോട്ട് വന്നിട്ട് മനസ്സുകൊണ്ട് അങ്ങനെ വിശ്വാസത്തിലായിപ്പോയി. അതുകൊണ്ട് ഹസ്ബൻഡിന് താല്പര്യമില്ല. അതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റുന്നില്ല. ഫാമിലിയിൽ ഒരു പ്രോബ്ലം ഉണ്ടാക്കിയിട്ട് പ്രാർത്ഥിക്കാൻ പോകുന്നതോട് എനിക്ക് താല്പര്യമില്ല കൂട്ടുകാരെ. ഞാൻ വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാവരും പ്രാർത്ഥനയിൽ ഓർക്കണം. എനിക്ക് പള്ളിയിൽ പോകണം എന്നൊക്കെ ഭയങ്കര തീവ്രമായ ആഗ്രഹമുണ്ട്. എൻ്റെ ആഗ്രഹമൊക്കെ ദൈവം സാധിച്ച് എന്തെങ്കിലും തരുമായിരിക്കും. ആ സമയത്തിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം.